നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. വാർത്തയിലേക്ക്. യുഎഇയിൽ ലൈംഗിക പീഡനത്തിന് കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹാൻ ശിക്ഷാ നിയമം ഭേദഗതി ചെയ്തു. യുഎഇ പീനൽ കോഡ് 359 ചട്ടം അനുസരിച്ച് ലൈംഗിക പീഡന കുറ്റം ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 1 വർഷം വരെ തടവും 10,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. പുതിയ നിയമം അനുസരിച്ച് ലൈംഗിക പീഡന കേസിൽ കുറ്റവാളിക്ക് 2 വർഷത്തിൽ കുറയാത്ത തടവോ 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. പുതിയ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് സമയം നിശ്ചയിക്കാൻ മന്ത്രിസഭയെ അധികാരപ്പെടുത്തി കഴിഞ്ഞു. അതേസമയം സ്ത്രീവേഷം ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള സ്ഥലത്ത് പ്രവേശിച്ചാലും കുറ്റവാളിക്ക് പിഴ ബാധകമാണ്. ഈ കേസിൽ മറ്റു കുറ്റകൃത്യം കൂടി ചെയ്താൽ ഗുരുതരമായ സാഹചര്യമായി കണക്കാക്കും. കുറ്റവാളികളായ വിദേശികൾക്കെതിരെ ക്രിമിനൽ വിധി ഉണ്ടായാൽ ജയിൽ ശിക്ഷയ്ക്കു ശേഷം നാടുകടത്തലും ഉൾപ്പെടുന്നുണ്ട്. യുഎഇ തൊഴിൽ നിയമം ആർട്ടിക്കിൾ 120 പ്രകാരം തൊഴിലുടമയ്ക്ക് ക്രിമിനൽ വിധി ന്യായത്തിന് പിഴ ലഭിക്കുന്ന ജീവനക്കാരന്റെ സേവനം അവസാനിപ്പിക്കാവുന്നതാണ്. യുഎഇ പീനൽ കോഡിൽ ലൈംഗിക പീഡനം പ്രത്യേക അഭിസംബോധന ചെയ്യാത്തതിനാൽ തന്നെ പുതിയ നിയമം സമയബന്ധിതമായിരിക്കും. സമൂഹ മാധ്യമങ്ങൾ വഴിയോ മറ്റോ സ്ത്രീയെ അപമാനിച്ചാൽ 1 വർഷം തടവും 10,000 ദിർഹം വരെ പിഴയുമായിരിക്കും ശിക്ഷ. എന്നാൽ ലൈംഗിക പീഡനം യുഎഇയിൽ വളരെ അപൂർവമായി മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂവെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമലംഘകർ വിദേശിയാണെങ്കിൽ അവർക്ക് ശിക്ഷയ്ക്കൊപ്പം നാടുകടത്തലും ഉണ്ടാവും. കോടതി കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയെ യുഎഇ തൊഴിൽ നിയമം അനുസരിച്ച് ജോലിയിൽ നിന്ന് തൊഴിലുടമയ്ക്ക് പിരിച്ചുവിടാനും സാധിക്കും. എന്തായാലും യുഎഇയിലെ നിയമം ഇന്ത്യയിലെ നിയമം പോലെയല്ല. വളരെ കർശനമായി നിയമവ്യവസ്ഥിതികൾ പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ കടുപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.